السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم قدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട നാട്ടുകാർ, എന്റെ ശ്രദ്ധ ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആരാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ഈ ലോകത്തിന് തന്നെ പടക്കാൻ കാരണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്. നാം ഇന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്തെന്ന് പറഞ്ഞാൽ, നബി തങ്ങളെ മുഹബ്ബത്ത് വെക്കുന്നത് അള്ളാഹുവിന്റെ മുഹബ്ബത്ത് വെച്ചതുപോലെയാണ്. നിങ്ങളെ അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ നബി തങ്ങളെ സ്നേഹിച്ചാലേ മതിയാകൂ. അതല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും. നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടണോ, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടണോ എങ്കിൽ ഫത്തബിഊനി, റസൂലായ എന്നെ നിങ്ങൾ ഇത്തിബാഉ ചെയ്യുക, റസൂലായ നിങ്ങളെ ഇത്തിബാഉ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടാടുക, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോകുക. എങ്കിൽ ഇഷ്ടപ്പെടും. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഓ അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത ഹബ്ബു ഇലൈ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ ബിന്നഫ്സി. ഓ അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകത്തിൽ വെച്ച് എല്ലാരെക്കാളും എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം. പക്ഷേ ഇല്ലാ ബിന്നഫ്സി, എന്റെ നഫ്സിനെ ഒഴികെ, എന്റെ നഫ്സിനെ ഒഴികെ. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖാൽ അവിടുന്ന് പറയുന്നു, ലാ ഇല്ല ഉമറേ, ഇല്ല, ഇല്ല ഉമറേ, ഇല്ല. അത് അങ്ങനെയല്ല ഉമറേ, അത് അങ്ങനെയല്ല ഉമറേ, അത് അങ്ങനെയല്ല ഉമറേ. നിന്റെ നഫ്സിനേക്കാളും നീ എന്നെ സ്നേഹിക്കണോ ഉമറേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, എന്റെ നഫ്സിനേക്കാളും എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം നബിയേ, എന്റെ നഫ്സിനേക്കാളും എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം നബിയേ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.
എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? നിന്റെ മാതാപിതാക്കളെക്കാളും നിന്റെ മക്കളെക്കാളും ഈ ലോകത്തിൽ വെച്ച് നിനക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടോ അതിനെല്ലാത്തിനേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ പൂർണ്ണമായ മുഅ്മിനാവുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു മോതിരം കൊടുക്കുകയാണ്. ആ മോതിരത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് അതില്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി കൊടുക്കുകയാണ്. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, ഓ അബൂബക്കറേ, നിനക്ക് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറഞ്ഞു തന്നത്, നീ എന്തിനാണ് മറ്റത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഓ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ പേരില്ലാത്ത അല്ലാഹുവിനെ ഞാൻ എനിക്കറിയില്ല നബിയേ, നിങ്ങളുടെ പേരില്ലാത്ത അല്ലാഹുവിനെ ഞാൻ പഠിച്ചിട്ടില്ല നബിയേ, അത് ഈ മനസ്സിനതും താങ്ങാൻ പറ്റുന്നതല്ല നബിയേ. ഓ എന്റെ ഇവിടെ കൂടി മുഅ്മിനുകളെ, നിങ്ങൾ ഇത് ഈ രാവിലെ തൊട്ട് ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ എത്ര സലാത്ത് ചൊല്ലും മുഅ്മിനുകളെ, എത്ര സലാത്ത് ചൊല്ലും സഹോദരാ. നിന്റെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത എത്രയോ പാവങ്ങളില്ലേ, എത്രയോ പാവങ്ങളില്ലേ. അതിനെല്ലാം കൂട്ടൊടിച്ച് മദീനത്തിന്റെ മണവളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അരികിൽ പോയി മരിക്കാൻ നീ ഒന്ന് പൊട്ടിക്കരയേണ്ടതല്ലേ കൂട്ടുകാരാ, നീ ഒന്ന് പൊട്ടിക്കരയേണ്ടതല്ലേ കൂട്ടുകാരാ. അങ്ങനെയെങ്കിലും നിന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു ആഗ്രഹം വരേണ്ടതല്ല കൂട്ടുകാരാ, ആവേശം വരേണ്ടതല്ലേ കൂട്ടുകാരാ. അതല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉത്തരം കേട്ട് ലോകം തന്നെ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾക്കുമാകണം കൂട്ടുകാരാ, ഞങ്ങൾക്കുമാകണം സഹോദരാ, ഇതുപോലെ തന്നെ ഞങ്ങൾക്കുമാകണം. ആകാശവും ഭൂമിയും അത്ഭുതപ്പെടുന്നത് പോലെ ഞാൻ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നാടായ മദീന വിട്ടുപോയത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും ആക്ഷേപിച്ചത്? ഭക്ഷണം കിട്ടാതെ, കുടിക്കാൻ വെള്ളം കിട്ടാതെ ഇലകൾ തിന്നത് എന്തിനാണ്? അത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ, അത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. നാം എന്തു ചെയ്യുകയാണ്? ഞങ്ങൾ എന്തു ചെയ്യുകയാണ്? കുറെ പേര് ഇഷ്ടപ്പെടുകയാണ്, നബി തങ്ങളെ ഇഷ്ടപ്പെടാതെ കുറെ പേര് ഇഷ്ടപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു മാസമോ, ഏതെങ്കിലും ഒരു ദിവസമോ, ഏതെങ്കിലും ഒരു ബൈത്തോ പാടിയിട്ടല്ല നമ്മൾ നബി തങ്ങളെ സ്നേഹിക്കേണ്ടത്. അവിടെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ കൊണ്ടാടി നമ്മൾ നബി തങ്ങളെ സ്നേഹിക്കേണ്ടത്. സലാത്തും ചൊല്ലേണ്ടതും അതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാത്തവൻ നശിച്ചു പോതെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? പ്രിയമുള്ളവരെ, ഞാൻ നബി തങ്ങൾ സലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെ അവിടുത്തെ മദ്ഹ് പാടാനും എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ദിവാസിയത്തോടുകൂടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.